വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിൽ മണ്ഡലപൂജ നാളെ. തങ്കാങ്കി വഹിച്ചുള്ള രഥയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തും. വൈകിട്ട് 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. ഘോഷയാത്ര കടന്നുപോകുന്നതിന്റെ ഭാഗമായി നിലയ്ക്കലിൽ നിന്ന് രാവിലെ 11 മണിക്ക് ശേഷവും പമ്പയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷവും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ ഇന്ന് 64,000-ആയും നാളെ 70,000-ആയും കുറച്ചു. അതേസമയം തുടർച്ചയായ 2ാം ദിവസവും 18ാം പടി ചവിട്ടിയവരുടെ എണ്ണം 1 ലക്ഷം കഴിഞ്ഞു. ശബരിപീഠം മുതൽ സന്നിധാനം വരെ ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. സന്നിധാനത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുകയാണ്. രാഹുൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിൽ വലിയ തരത്തിലുള്ള തിരക്കാണ് കണ്ടത്. ഇന്ന് തിരക്ക് ഏത് രീതിയിലാണ്? മണ്ഡലപൂജയുടെ ഒരുക്കങ്ങൾ ഏതുവരെയായി? ഗോപിക, തുടർച്ചയായ 2ാം ദിവസവും 18ാം പടി കയറുന്നവരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു കടന്നുപോയത്. ഇന്നലെ 1,307,000 പേരാണ് 18ാം പടി കടന്ന് ദർശനം നടത്തിയിട്ടുള്ളത്. ആ തിരക്ക് ഇന്നും തുടരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം നാളെ മണ്ഡലപൂജയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള വലിയ തിരക്ക് ഇന്നും ഉണ്ട്. തീർത്ഥാടകരുടെ നിര ഇന്നും നീളുകയാണ്. ഇന്നലെ രാത്രി നടയടച്ച ശേഷം അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കയറ്റിവിടുന്നതിൽ നിയന്ത്രണം ഇന്നും തുടരുകയാണ്. പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലും എല്ലാം തന്നെ അത്തരത്തിലുള്ള എല്ലാ ഇടത്താവളങ്ങളിലും ഇന്നും നിയന്ത്രണം തുടരുന്നുണ്ട്. എങ്കിൽ മാത്രമാണ് സന്നിധാനത്തേക്കുള്ള ആളുകളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും എന്താണെങ്കിലും ഉണ്ടാവുന്നത്. ഈ ദർശനം നടത്തി തീർത്ഥാടകർ ഇവിടെ തന്നെ തുടരുന്നതാണ് നിലവിൽ പ്രതിസന്ധിയാവുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരവും ഇന്നലെ രാത്രിയിലുമൊക്കെ ദർശനം നടത്തിയ ആളുകൾ ഇവിടെ വിരിവെച്ച് തുടരുകയാണ്. അവർ മലയിറങ്ങിയാൽ മാത്രമാണ് കൂടുതൽ ആളുകളെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ കഴിയൂ എന്നാണ് പോലീസും ദേവസ്വം ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം മണ്ഡലപൂജ നാളെയാണ്. തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര ഇന്ന് ഉച്ചയോടുകൂടി പമ്പയിലെത്തും. വൈകിട്ട് 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. ഉച്ചയ്ക്ക് പമ്പയിലെത്തിയ ശേഷം അല്പനേരം വിശ്രമിക്കും. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി ശരംകുത്തിയിൽ ദേവസ്വം ജീവനക്കാരും പോലീസും ചേർന്ന് പോലീസും ക്ഷേത്രം തന്ത്രിയും ക്ഷേത്രം മേൽശാന്തിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് സ്വീകരണം നൽകും. അതിനുശേഷമായിരിക്കും തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുക. വൈകിട്ട് 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള പ്രത്യേക ദീപാരാധന നടക്കുന്നത്. അതിന്റെ ഭാഗമായി സാധാരണ 3 മണിക്കാണ് ക്ഷേത്രനട ഉച്ചയ്ക്ക് ശേഷം തുറക്കാറ്. പക്ഷേ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്നതിനാൽ ഇന്നത് 5 മണിയിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്കായിരിക്കും ക്ഷേത്രനട തുറക്കുക. അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂവും ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ്. ഇന്ന് 64,000-ആയും നാളെ 70,000-ആയുമാണ് ഈ വെർച്വൽ ക്യൂ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ തങ്കയങ്കി ഘോഷയാത്രയോടൊപ്പം കൂടുതൽ ആളുകൾ ഈ ഘോഷയാത്രയോടൊപ്പം തന്നെ ക്ഷേത്ര സന്നിധാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്രമാതീതമായ തിരക്ക് ഉയരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വെർച്വൽ ക്യൂ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ തങ്കയങ്കി ഘോഷയാത്ര കടന്നു പോകുന്നതിന്റെ ഭാഗമായി ചില കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 11 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും ഒരു വാഹനം പോലും കടത്തിവിടില്ല എന്നാണ് ദേവസ്വവും ഒപ്പം തന്നെ പോലീസും അറിയിച്ചിട്ടുള്ളത്. 1 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്ന വൈകിട്ട് 6:30-ക്ക് ശേഷമായിരിക്കും നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും ഉൾപ്പെടെ കൂടുതൽ ആളുകളെ സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ക്രമീകരണം തുടരുകയാണ്. അപ്പോഴും ഇന്നലെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് വലിയ ഭക്തജന തിരക്ക് ഈ ഇടങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. ഇടത്താവളങ്ങളിലെല്ലാം തന്നെ ആളുകളുടെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. ആ ആളുകൾക്കെല്ലാം സന്നിധാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അഥവാ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നലത്തേതിന് സമാനമായ പ്രതിഷേധം ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമ്മൾ ഇന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഹൈക്കോടതി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. ഇടത്താവളങ്ങളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്താണെങ്കിലും തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നാളെയാണ് മണ്ഡലപൂജ നടക്കുന്നത്. രാവിലെ 10:30-നും 11:30-നും ഇടയിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. രാഹുൽ, ഒപ്പം തന്നെ ഈ ഘോഷയാത്ര തങ്കയങ്കി ചാർത്തിയുള്ള ഘോഷയാത്ര കടന്നു പോകുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഗോപിക, ഈ ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരിക്കും പമ്പയിലെത്തുക. ഇതിന്റെ ഭാഗമായാണ് നിലയ്ക്കലിലും പമ്പയിലും ഉൾപ്പെടെ നിയന്ത്രണം കടുപ്പിക്കുന്നത്.
അതായത് 11 മണി മുതൽ നിലയ്ക്കൽ നിന്നും ഒരു വാഹനം പോലും പമ്പയിലേക്ക് കടത്തിവിടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം 1 മണി മുതൽ ഒരു തീർത്ഥാടകരെ പോലും മല കയറാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അത് അങ്ങനെ വരികയാണെങ്കിൽ നിലയ്ക്കലിലും പമ്പയിലും ഇപ്പോൾ തുടരുന്ന നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനാണ് സാധ്യത. എങ്കിൽ മാത്രമേ ഇവിടേക്കുള്ള ആളുകളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയൂ എന്ന കാര്യം ഇവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി തള്ളാനാവില്ല. ഇന്നലെ രാത്രി നമ്മൾ നിലയ്ക്കൽ ഉൾപ്പെടെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല, ആളുകളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ കടത്തിവിടാതെ വന്നപ്പോൾ നിലയ്ക്കലിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ റോഡ് മാർഗം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഏതാണ്ട് 30 കിലോമീറ്റർ ആണ് ഉള്ളത്. ഈ 30 കിലോമീറ്റർ ആളുകൾ റോഡ് മാർഗം നടന്ന് അവിടെ നിന്നും സന്നിധാനത്തേക്ക് നടന്നു വരാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ വലിയ തരത്തിലുള്ള തീർത്ഥാടകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശബരിപീഠം മുതൽ സന്നിധാനം വരെ ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. എല്ലാ തരത്തിലും ഒരുക്കങ്ങൾ സജ്ജമാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സർവീസ് പുനരാരംഭിച്ചതിന് പിന്നാലെ റോബിൻ ബസ്സിൽ വീണ്ടും പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. പത്തനംതിട്ട മൈലപ്രയിൽ ബസ് തടഞ്ഞ് പരിശോധന നടത്തി. യാത്രാരേഖകൾ പരിശോധിച്ച ശേഷം ബസ് വിട്ടയച്ചു. നിയമം പാലിച്ചാണ് സർവീസ് നടത്തുന്നത് എന്ന് ബസ് നടത്തിപ്പുകാരൻ ബേബി ഗിരീഷ് പറഞ്ഞു. റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നല്ല, ഇപ്പം 3-4 ജയിൽവാസം കഴിഞ്ഞിട്ടാണ്. എന്തായാലും ഈ നിയമം ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി വഴിയെ കാണാം. എന്തായാലും 4 വണ്ടി റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള ബ്ലോക്ക് ഈ വണ്ടിക്കേ മാറിയിട്ടുള്ളൂ, ബാക്കി വണ്ടികൾക്ക് മാറിയിട്ടില്ല. അത് മാറിയാൽ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഇതുവരെയുള്ളതെല്ലാം റീൽസ് നിന്ന് കൂട്ടുക, ഇനിയുള്ള ചിമിട്ടൻ കളി, അത്രേ ഉള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് പിടിച്ചെടുത്ത റോബിൻ ബസ് 1 മാസത്തിനു ശേഷമാണ് നിരത്തിൽ ഇറങ്ങുന്നത്. വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീലക്ഷ്മി, ഇന്ന് രാവിലെ 5 മണിയോട് കൂടിയാണ് റോബിൻ ബസ് വീണ്ടും സർവീസ് പുനരാരംഭിച്ചത്. സർവീസ് തുടങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ മൈലപ്രയിൽ മോട്ടോർ വാഹന വകുപ്പ് തടയുകയായിരുന്നു. പിന്നീട് വാഹനം പരിശോധിച്ച ശേഷം ഇതിന്റെ പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, രേഖകൾ പരിശോധിച്ചതിന് ശേഷം വാഹനം വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നിയമം പാലിച്ചാണ്, കൃത്യമായിട്ടുള്ള എല്ലാ ചട്ടവും പാലിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നതെന്നാണ് റോബിൻ ഗിരീഷ് അവകാശപ്പെടുന്നത്. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് ഇനിയും വഴിയിൽ തടയാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കൃത്യമായിട്ടും ബോർഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇതിനു മുമ്പ് 1 മാസം മുമ്പ് ഈ മോട്ടോർ വാഹന വകുപ്പ് ബസ് പിടികൂടുന്ന സമയത്ത് എങ്ങനെയാണോ സർവീസ് നടത്തിയിരുന്നത് അതുപോലെ തന്നെ സ്റ്റേജ് ഗാരേജ് ബസ് സർവീസ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ കോയമ്പത്തൂർ സർവീസ് റോബിൻ മോട്ടോഴ്സ് നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇനിയും പരിശോധനയുണ്ടാകും, കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. ഒരുപക്ഷെ പിഴ ഈടാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് എന്തായിരിക്കും റോബിൻ ഗിരീഷ് നടത്താൻ പോവുക, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അതിനുള്ള പ്രതികരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടു തന്നെ അറിയേണ്ടതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്. നവകേരള യാത്രക്കിടയിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിക്കെതിരായ കേസിൽ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസ് നടപടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. അതിനിടെ CDR ചോർന്നതിൽ പോലീസും പ്രതിരോധത്തിലായിട്ടുണ്ട്. CPM നേതാക്കൾ വഴിയാണ് CDR സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. അതീവ സുരക്ഷയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ CPM നേതാക്കളുടെ പക്കലെത്തി എന്നതിൽ പോലീസിന് ഉത്തരമില്ല. അതേസമയം ഷൂവെയർ കേസിൽ കുറുപ്പമ്പടി പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമിച്ചു എന്ന പരാതി കോടതി നിർദ്ദേശമുണ്ടായിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തതും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ലോകം കണ്ട മഹാദുരന്തങ്ങളിലൊന്നായ സുനാമി ആഞ്ഞടിച്ചിട്ട് ഇന്നേക്ക് 19 വർഷം. ക്രിസ്മസ് പിറ്റേന്ന് കടലിൽ ഉയർന്നു പൊങ്ങിയ ഭീമൻ തിരമാലകൾ 2.5 ലക്ഷത്തോളം ജീവനുകളാണ് കവർന്നെടുത്തത്. ഡിസംബർ 26 ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ പ്രാദേശിക സമയം രാവിലെ 7:59. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. അതിന്റെ തുടർച്ചയായാണ് രാക്ഷസ തിരമാലകൾ രൂപം കൊണ്ടത്. മിനിറ്റുകൾക്കുള്ളിൽ ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹങ്ങളെ സമുദ്രം വിഴുങ്ങി.
2 മണിക്കൂറിനകം ഇന്ത്യയിലും ശ്രീലങ്കയിലും സുനാമി ആഞ്ഞടിച്ചു. നൂറടിയിലധികം ഉയരത്തിലാണ് തിരമാലകൾ ഉയർന്നു പൊങ്ങിയത്. ശ്രീലങ്ക, മാലിദ്വീപ്, തായ്ലൻഡ് തുടങ്ങിയ 14 രാജ്യങ്ങളെ അത് ബാധിച്ചു. 2,27,898 പേർ മരിച്ചതായാണ് കണക്ക്. ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്താണ് സുനാമി നാശം വിതച്ചത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ, കേരളം എന്നിവിടങ്ങളിലായി 16,000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. $236 പേരാണ് കേരളത്തിൽ മരിച്ചത്. 3000-ലധികം വീടുകൾ തകർന്നു. ആലപ്പാട് മുതൽ അഴീക്കൽ വരെ 8 കിലോമീറ്റർ തീരം കടലെടുത്തു. ഭീമൻ തിരമാലകളുടെ സംഹാര താണ്ഡവത്തിൽ സൃഷ്ടിക്കപ്പെട്ട മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. റിസർച്ച് ഡെസ്ക് 24. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മേളയ്ക്കിടെ താൽക്കാലിക പാലം തകർന്നുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. നിരവധി പേർക്ക് സാരമായ പരിക്കുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പൂവാർ തിരുപുരം പഞ്ചായത്ത് നടത്തുന്ന തിരുപുരം ഫെസ്റ്റിനിടെ രാത്രിയായിരുന്നു അപകടം. താൽക്കാലിക മരപ്പാലത്തിൽ ആളുകൾ കൂട്ടത്തോടെ കയറിയതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ. ഏകദേശം 100-150ഓളം പേര് ഈ പാലത്തിലുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് താങ്ങാൻ പറ്റാതെയാണ് ഇത് സംഭവിച്ചത്. ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. ആവശ്യത്തിനുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ബലക്കുറവുള്ള പട്ടികകൾ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചതെന്നും ആരോപണമുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്ന് കാണിച്ച് അപകടസ്ഥലത്ത് വാക്കുതർക്കം. പോലീസ് എത്തിയാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. പരുക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. നിസ്സാര പരുക്കേറ്റവരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലും മറ്റുള്ളവരെ തിരുവനന്തപുരത്തെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പഞ്ചായത്ത് വിശദമായ അന്വേഷണം നടത്തും. 24 തിരുവനന്തപുരം. വീണ്ടും വാർത്തകളിലേക്ക്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ജമ്മു സന്ദർശിച്ചേക്കും. സുരക്ഷാ സാഹചര്യം നേരിട്ട് വിലയിരുത്തും. ഇന്നലെ സൈനിക മേധാവി ജനറൽ മനോജ് പാണ്ഡെയും മേഖല സന്ദർശിച്ചിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. രാധാകൃഷ്ണൻ, സൈനിക മേധാവിയുടെ സന്ദർശനത്തിന് ശേഷമാണ് നാളെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ജമ്മു സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. യാത്രയുടെ പ്രാധാന്യം? വലിയ പ്രാധാന്യം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രിയുടെ ഈ ജമ്മു കാശ്മീർ സന്ദർശനത്തിനുണ്ട്. പ്രത്യേകിച്ച് ഭീകരാക്രമണം തുടർച്ചയായിട്ട് പല മേഖലകളിലും പൂഞ്ചിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിരോധ മന്ത്രിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം. പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സുരക്ഷാ കാര്യങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. മാത്രമല്ല, ഈ സാധാരണ ആൾക്കാരെ മറയാക്കിക്കൊണ്ടാണ് ഭീകരവാദികൾ പല മേഖലകളിലേക്കും എത്തുന്നതും അവിടെ നിന്ന് സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഭീകരരെ നേരത്തെ തന്നെ തിരിച്ചറിയുന്നതിനും അഥവാ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായിട്ട് തടയുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ ശക്തമാക്കുന്നത് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം വിലയിരുത്തുക. സൈനികരുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യോമ നിരീക്ഷണ സംവിധാനങ്ങൾ അടക്കം തുടർച്ചയായിട്ട് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയും ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നു. നിലവിലുള്ള സാഹചര്യവും അദ്ദേഹം വിലയിരുത്തും. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ ഭീകരാക്രമണം തുടർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു സന്ദർശിക്കുന്നത്. സുരക്ഷാ സാഹചര്യം അദ്ദേഹം നേരിട്ട് വിലയിരുത്തും. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. KSRTCയുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. കോർപ്പറേഷന്റെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ കൂടുതൽ വ്യക്തത വരും. ജീവനക്കാർക്കുള്ള മുഴുവൻ സാമ്പത്തിക ബാധ്യതയും തീർത്തുവെന്ന ആന്റണി രാജുവിന്റെ പരാമർശത്തിൽ യൂണിയനുകൾക്കിടയിൽ കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ യൂണിയനുകൾ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തും.
ദേശീയ ഗുസ്തി ഫെഡറേഷൻ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ സംഘടനയുടെ നടത്തിപ്പിനുള്ള അഡ്ഹോക് കമ്മിറ്റി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടവരെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ആയെന്നാണ് സൂചന. അതിനിടെ ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സഞ്ജയ് കുമാർ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി. കായിക മന്ത്രാലയത്തിന്റെ സസ്പെൻഷൻ നടപടിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവും പുതിയ ഭാരവാഹികൾ നടത്തുന്നുണ്ട്. അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കി നാവികസേന. വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് യുദ്ധക്കപ്പലുകളായ INS മോർമുഗാവോ, INS കൊച്ചി, INS കൊൽക്കത്ത എന്നിവ വിന്യസിച്ച് നിരീക്ഷണം ശക്തമാക്കിയത്. മുംബൈയിലെത്തിച്ച കപ്പൽ പരിശോധിച്ച അന്വേഷണ സംഘം കപ്പലിന് നേരെ ഉണ്ടായത് ഡ്രോൺ ആക്രമണം ആണെന്ന് വിലയിരുത്തി. നാവികസേന, കോസ്റ്റ് ഗാർഡ്, ഇന്റലിജൻസ് എന്നിവയുടെ സംയുക്ത അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന ചരക്ക് മറ്റൊരു കപ്പലിലേക്ക് മാറ്റി മുംബൈയിൽ നിന്ന് യാത്ര ആരംഭിച്ച കപ്പൽ ഇന്ന് മംഗലാപുരം തീരത്ത് എത്തും. തെരഞ്ഞെടുപ്പുകളിൽ കൈവിരലിൽ മഷിയടയാളം പുരട്ടാനും മെഷീനുണ്ടെങ്കിലോ അങ്ങനെയൊരു യന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് പാലക്കാട്ടെ ഒരു കർഷകൻ. 3 മാസം കൊണ്ട് വികസിപ്പിച്ച മഷി പുരട്ടൽ യന്ത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കർഷകൻ. ഇത് മങ്കര സ്വദേശി സഹദേവൻ. 3 വർഷം മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലെത്തിയപ്പോഴാണ് മഷി പുരട്ടാൻ എന്തുകൊണ്ട് ഒരു യന്ത്രമായിക്കൂടാ എന്ന ആശയം സഹദേവന്റെ മനസ്സിലുദിച്ചത്. അങ്ങനെ 3 മാസം എടുത്ത് യന്ത്രം നിർമ്മിച്ചു. പുതിയ യന്ത്രത്തിനുള്ളിൽ വിരൽ വെച്ച് ലിവർ അമർത്തിയാൽ അപ്പോൾ തന്നെ വിരലിൽ മഷി പടരും. കൃത്യമായി മഷി അടയാളം പതിയുമെന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുകയുമാകാം. സഹദേവൻ മഷി പുരട്ടൽ യന്ത്രം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. ഒരു 3 മാസം മുൻപ് ഞാൻ ഈ ഐഡിയയ്ക്ക് പല സാധനങ്ങളും വാങ്ങിച്ച് കൂട്ടി അത് സെറ്റ് ചെയ്യാൻ വേണ്ടി 3 മാസം ശരിക്കും ഞാൻ ബുദ്ധിമുട്ടി. പറയാൻ നമ്മൾ ചെറുതാണെന്ന് തോന്നും. നമ്മൾക്ക് കയ്യിൽ കയറി മഷി തേക്കേണ്ട ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച് എന്ന വിധത്തിൽ നമുക്ക് തേക്കാൻ പറ്റും. പിന്നെ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊന്നും ചെയ്യണ്ട. കൂളിംഗ് ഹെൽമെറ്റ്, കൂളിംഗ് കുട, കാറ്റിൽ പ്രവർത്തിക്കുന്ന ക്ലോക്ക് തുടങ്ങിയ നിരവധി കണ്ടുപിടുത്തങ്ങളും സഹദേവൻ നേരത്തെ നടത്തിയിട്ടുണ്ട്. പേറ്റന്റ് ലഭിക്കാത്തതിനാൽ പല കണ്ടുപിടുത്തങ്ങളിലും താൻ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് സഹദേവൻ പറയുന്നത്. അട്ടപ്പാടി പുതൂരിൽ സൊസൈറ്റി ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന സഹദേവൻ ജോലി രാജിവെച്ചാണ് ഗവേഷണത്തിൽ സജീവമായത്. 24 പാലക്കാട്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല പാപനാശം ബീച്ചിൽ സജ്ജമായി. ബീച്ചിലെ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിൽ ഉള്ളത്. കടലിന് മുകളിലൂടെ തിരമാലകളുടെ താളത്തിനൊത്ത് നടക്കാൻ ഉദ്ഘാടന ദിവസം തന്നെ 100 കണക്കിന് പേരാണ് എത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് വർക്കല പാപനാശം ബീച്ചിൽ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ തുടക്കം മുതൽ തന്നെ വലിയ തിരക്കാണ്, വലിയ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ കടലിലേക്ക്, പാപനാശത്തെ ഈ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന 100 മീറ്റർ നീണ്ടു കിടക്കുന്ന കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പാലം, അവിടെ നമുക്ക് കടലിൽ നിൽക്കുന്നത് പോലുള്ള അനുഭവം അതാണ് കിട്ടുന്നത്. നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം, ഈ കടലിലെ ഓളത്തിനോടൊപ്പം ഈ പാലവും പൊങ്ങി വരുന്ന ഒരു വളരെ വ്യത്യസ്തമായൊരു കാഴ്ച. സഞ്ചാരികളുടെ വലിയ ഒഴുക്ക് തന്നെയാണ് ഉദ്ഘാടന ദിവസവും കാണുന്നത്. പാപനാശത്ത് കടലിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന പാലം വിനോദസഞ്ചാരികളിൽ കൗതുകമുണ്ടാക്കി. പാലത്തിൽ നിന്ന് തിരമാലകളുടെ ചലനങ്ങൾ അനുഭവിക്കാൻ ആദ്യ ദിനം തന്നെ സഞ്ചാരികളുടെ വൻ തിരക്ക്. പാലം അവസാനിക്കുന്നിടത്തെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് കടലിൻ്റെ ഭംഗി ആവോളം ആസ്വദിക്കാം, അതും കടലിൻ്റെ താളത്തിനൊത്ത്. നല്ല രസമുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ആദ്യത്തെ അനുഭവമാണ്. അഭിമാനം, സന്തോഷം, സൂപ്പർ. കടലിന് മേലെ നിൽക്കുന്ന പോലെ ഉണ്ട്. ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെയൊരു സംരംഭം വന്നത് വളരെ നന്നായിരിക്കുന്നു. അടിപൊളി. ഇതുപോലെ ആദ്യമായാണ് തിരുവനന്തപുരം ജില്ലയിൽ. സൂപ്പർ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള വാട്ടർ സ്പോർട്സ് സാധ്യതകളെ കേരളത്തിന്റെ ബീച്ചുകളിൽ കൂടുതൽ അവതരിപ്പിക്കുമെന്ന് പാലം ഉദ്ഘാടനം ചെയ്ത ശേഷം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇത്തരം വാട്ടർ സ്പോർട്സിൻ്റെ സാധ്യതകളെ കേരളത്തിലെ ബീച്ചുകളിൽ അവതരിപ്പിക്കാൻ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വലിയ നിലയിലേക്ക് സഞ്ചാരികൾ ഇവിടേക്ക് വരും.
ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാറ്റങ്ങൾ, സാമ്പത്തികമായി സഞ്ചാരികൾ വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെ പ്രത്യേകം ട്രെയിൻ ചെയ്ത് നമ്മളിവിടെ ആളുകളെ നിയമിച്ചു. തൊഴിൽ സാധ്യതയുണ്ടാവും. ഇത് വലിയ മാറ്റത്തിന് കാരണമാവും. 700 കിലോഗ്രാം ഭാരമുള്ള നങ്കൂരമാണ് പാലത്തെ കടലിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഒരേ സമയം 100 പേർക്കാണ് ബ്രിഡ്ജിൽ പ്രവേശനം. രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെയാണ് പ്രവേശന സമയം. സുരക്ഷാ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ഗാർഡുകൾ എന്നിവയുൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, വർക്കല മുനിസിപ്പാലിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. വീണ്ടും വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ ഭിന്നത തുടരുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം ശരത് പവാർ തള്ളി. തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവശ്യമില്ലെന്നാണ് ശരത് പവാറിന്റെ നിലപാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർ കെ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ തർക്കം തുടരുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഗോപിക. ഇതില് ശരത് പവാർ ഇന്നലെ സംസാരിച്ച സ്ഥലം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. പട്നയിലാണ് ശരത് പവാർ ഈ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിതീഷ് കുമാറിനെ കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ നിലപാട് പറഞ്ഞത്. ശരത് പവാർ പറയുന്നതനുസരിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ വിധത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇല്ല എന്നാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ മതിയാകും. അഥവാ അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാനായിട്ടുള്ള അവകാശം അതിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാകും. ജനങ്ങളെ സംബന്ധിച്ച് അവർ കൂടുതൽ സെലക്റ്റീവ് ആകാനായിട്ടുള്ള അവസരം അവർക്ക് നൽകണം. 1977 മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയതിനെയാണ് ശരത് പവാർ ചൂണ്ടിക്കാട്ടുന്നത്. അന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടം വരെ ഉണ്ടാകാതിരുന്ന ഒരു പാർട്ടി പോലും രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കം ശരത് പവാർ പറയുന്നു. അദ്ദേഹം വിവരിക്കുന്നത് ഈ സാഹചര്യമാണെങ്കിലും അദ്ദേഹം ഉന്നയിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രിയായ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ച മമതാ ബാനർജിയുടെയും ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെയും രാഷ്ട്രീയ നീക്കത്തിന് ബദലാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു കൂറുമുന്നണി രൂപപ്പെടുന്നു എന്നതിന്റെ സൂചന കൂടി നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തുടർച്ചയായി 3 മാസം ശമ്പളം നൽകാൻ കഴിയാത്ത തൊഴിലുടമകൾക്കുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ശമ്പളം വൈകുന്നതിനുള്ള കാരണം വിശദീകരിക്കാൻ കമ്പനികൾക്ക് അനുവദിച്ചിരുന്ന സമയപരിധി 10 ദിവസമാക്കി കുറച്ചു. തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് കരാർ പ്രകാരമുള്ള ശമ്പളം ബാങ്ക് വഴി നൽകണമെന്നാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതിൽ വീഴ്ച സംഭവിച്ചാൽ തൊഴിലുടമകൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കും. തുടർച്ചയായി 3 മാസത്തെ ശമ്പളം മുടങ്ങിയാൽ തൊഴിലുടമകൾക്കുള്ള എല്ലാ സർക്കാർ സേവനങ്ങളും നിർത്തിവെക്കും. കൂടാതെ തൊഴിലുടമയുടെ സമ്മതമില്ലാതെ തന്നെ തൊഴിലാളിക്ക് മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും സ്പോൺസർഷിപ്പ് മാറാനും സാധിക്കും. തുടർച്ചയായി 2 മാസത്തെ ശമ്പളം വൈകിയാൽ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനും ഇഷ്യൂ ചെയ്യുന്നതിനുമുള്ള സേവനം ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കും. ശമ്പളം വൈകുന്നതിനുള്ള കാരണം ബോധ്യപ്പെടുത്താൻ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന സമയപരിധി 30 ദിവസത്തിൽ നിന്നും 10 ദിവസമായി കുറച്ചതായും മന്ത്രാലയത്തിന് കീഴിലുള്ള മുദദ് പ്ലാറ്റ്ഫോം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ വിശദീകരണം അംഗീകരിക്കാനോ നിരസിക്കാനോ തൊഴിലാളികൾക്ക് അനുവദിക്കുന്ന സമയപരിധി 7 ദിവസത്തിൽ നിന്നും 3 ദിവസമായി കുറച്ചു. 3 ദിവസത്തിനകം തൊഴിലാളി പ്രതികരിച്ചില്ലെങ്കിൽ കമ്പനിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം അംഗീകരിക്കപ്പെടും. 24 ജിദ്ദ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്കിലാണ് നടക്കുന്നത്. രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിലേക്ക് വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ എന്നിവർ തിരിച്ചെത്തിയിട്ടുണ്ട്. ഫാസ്റ്റ് ബൌളറായ പ്രസീദ് കൃഷ്ണ ടെസ്റ്റിൽ ഇന്ന് അരങ്ങേറ്റം കുറിക്കും. പേസർമാരെ തുണയ്ക്കുന്ന പിച്ചായതിനാൽ ആർ അശ്വിന് പകരം ഷാർദുൽ താക്കൂറിന് അവസരം ലഭിക്കും. ബുംറ നയിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ ടീം ശക്തമാണ്. ബൗമ നയിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ ടീം ശക്തമാണ്. അവസാന ടെസ്റ്റ് പരമ്പര കളിക്കുന്ന ഡീൻ എർഗാൻ, എയ്ഡൻ മാർക്കം എന്നിവരാണ് ബാറ്റിംഗിലെ പ്രധാനികൾ. പരിക്കിൽ നിന്ന് മുക്തരായ കസിഗോ റബാഡയും ലുങ്കി എങ്കിഡിയും ടീമിലേക്ക് തിരിച്ചെത്തുന്നത് ആതിഥേയരുടെ ശക്തി വർദ്ധിപ്പിക്കും. മഴ വില്ലനാകുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക. ഇന്നും നാളെയും മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കുന്നത്.
പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.